ടിനി ടോം ഇത് അഭിനയമാണോ അല്ലയോ? ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ തോന്നുന്നത് വെച്ചാൽ സത്യസന്ധമായിട്ടുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, ഇനി കാര്യത്തിലോട്ട് കിടക്കാം. കഴിഞ്ഞ ഒരു 10-12 ദിവസമായിട്ട് നമ്മൾ ടിനിയുടെ കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ടിനിയുടെ എല്ലാ വീഡിയോസിലും ഞാൻ പൂരെ തെറിയും വിളിക്കുന്നുണ്ട്, നല്ല നെഗറ്റീവും പറയുന്നുണ്ട്, നല്ല രീതി ഞാൻ പറയുന്നുണ്ട്. ആ അൻസിബ വിഷയത്തിൽ അതിലിപ്പോഴും ഞാൻ ആ ഒരു കാര്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. അതിനിപ്പോൾ നാളെ ഒരു വീഡിയോ കൂടെ ചെയ്യാൻ ഇരിപ്പുണ്ട്, ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഓക്കെ, ഈ ഒരു വിഷയത്തിലോട്ട് കിടക്കാം. ഞാൻ അതുകൊണ്ടാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ മൊത്തം കുറേ ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നൊക്കെയുണ്ട്. ഈ അൻസിബയുടെ വിഷയത്തിൽ വന്നിട്ട് ഇദ്ദേഹം വന്നിട്ട് കുറേ നെഗറ്റീവ് ആയാലും അത് മാറാൻ വേണ്ടി വന്ന് കാണിക്കുന്ന കുറച്ച് അഭിനയമാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വരുന്നത്. കമൻറ്റ്സ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കിയാലും ഇതൊക്കെ തന്നെ ആൾക്കാർ ഇടുകയൊക്കെ ചെയ്യുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. വർഷങ്ങൾ കൊണ്ടുള്ള ഒരു സൗഹൃദമാണ്, വർഷങ്ങൾ കൊണ്ട്. ഈ സലീം കുമാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വരെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഈ ടിനി എന്ന് പറയുന്ന വ്യക്തി. ഒന്നുമില്ലാതെ നിന്ന് ടിനിയെ പലയിടത്തുനിന്നും ഹെൽപ്പ് ചെയ്ത് കൊണ്ടുവന്നൊരു വ്യക്തിയും കൂടാണ് സലീം കുമാർ. അത് ആർക്കെങ്കിലും അറിയാവോ? നമ്മൾ പറയുമ്പോൾ നമ്മളൊരു വ്യക്തിനെ വിമർശിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വേണം. അൻസിബയുടെ വിഷയത്തിൽ ഇവൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട്. പക്ഷേ മീഡിയയിലോ കാര്യങ്ങളൊന്നും അത് പുറത്ത് വന്നിട്ടില്ലെന്നേ ഉള്ളൂ. ഒരു കാര്യങ്ങളൊന്നും നമ്മളത് കുറേയൊക്കെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നിട്ടുമുണ്ട്. അതൊക്കെ ഉള്ളത് കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇദ്ദേഹം നിരപരാധിയാണ്. കരയുന്നത് ആത്മാർത്ഥമായിട്ടാണ്. കാരണം അവരുടെ സൗഹൃദം അതുപോലെ തന്നെ ആയിരുന്നു. വർഷങ്ങൾ തമ്മിലുള്ള, അതായത് സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള സൗഹൃദമാണ്. ഈ ഒരു കണ്ണീര് അത് ആത്മാർത്ഥത്തോടെ തന്നെയാണ്. പുള്ളി അവിടെ നിന്ന് ഇങ്ങനെ പൊത്തി കരയുമ്പോഴും സലിയപ്പാന്ന് വിളിച്ചിട്ടുള്ള കരച്ചിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവൻ്റെ കോമഡി പീസാണല്ലോ, ചിരിപ്പിക്കുവാണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഇതിപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയേണ്ട അതിന് നിലപാടില്ലാത്തവനാണെന്നുള്ളത് പറയും. ഞാനൊക്കെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് കള്ളം കണ്ടാൽ അത് ഉറപ്പായിട്ടും തുറന്നു കാണിക്കുന്നൊരു സ്വഭാവമാണ് എൻ്റെ. അത് അങ്ങനെയാണ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം ആത്മാർത്ഥത്തോടാണ്. കാരണം ഞാൻ പഴയ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെച്ച് തരാം. ഇല്ല, രേണുസുതിയുടെ വിഷയം വന്ന സമയത്ത് സ്വർണ്ണക്കടത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവർ നിരപരാധി എന്ന് പറഞ്ഞപ്പോഴും എന്നെ വിമർശിക്കുമായിരുന്നു എല്ലാവരും, കുറ്റപ്പെടുത്താനും തെറി വിളിക്കാനും ആൾക്കാരൊക്കെ. ഇന്നലെ വരെ നീ അവളെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പോൾ എന്ത് പറ്റി? ആ കാര്യത്തിൽ അവർ നിരപരാധി ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യത്തിൽ അവർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. അപ്പോൾ ഞാൻ ഡബിൾ സ്റ്റാൻഡും പൈസ മേടിച്ചിട്ടാണെന്നുള്ള രീതിയിലാണ്. ഇനി ഇതിനും ചിലപ്പോൾ പറയുമായിരിക്കാം, ഡാനി പൈസ മേടിച്ചിട്ടാണ് സംസാരിക്കുന്നതിന്. കുഴപ്പമില്ല, എനിക്ക് ഒരു വിഷയമില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നെ വിളിക്കാം, തെറി പറയാം, ആട്ടാം, തുപ്പാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം ആത്മാർത്ഥത്തോടെ തന്നെ കാര്യമൊക്കെ ചെയ്തത്. ഞാൻ എന്തായാലും ബാക്കിയോടെ വെക്കാം. എന്നെ വിശ്വസിക്കുന്നവർ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി. ഈ ഒരു കരച്ചിലാണ് കണ്ടേ. അവനെന്താ സാറ്റ് കളിക്കുവാണോ, കണ്ണുകൂത്തി കളിക്കുവാണോ, അങ്ങനെയൊക്കെ കുറേ കമൻറ്റൊക്കെ ഞാൻ കണ്ടായിരുന്നു. കുറേ കപ്പിൾസ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ അദ്ദേഹം അത്ര നെഗറ്റീവായിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ്. സോറി, അദ്ദേഹം എൻ്റെ വായിന്ന് വീണു പോയതാണ് അവൻ, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. കാരണം അതുപോലെ ഒരു ദ്രോഹമാണ് ആ പെൺകുട്ടിയോട് ചെയ്യുകയൊക്കെ ചെയ്തത്. അത് വേറെ കാര്യങ്ങൾ. അൻസിബയെ പല കാര്യത്തിലാണെങ്കിലും കുറ്റപ്പെടുത്തുകയും ആവശ്യമില്ലാത്ത ജാതി മതത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരത്തിനുള്ളതൊന്നും പുറക്കത്തില്ല. ഇതൊക്കെ കാണുമ്പോൾ ഇവനെ ഓവറാക്കി ചളവാക്കുവാണോ എന്നൊക്കെയാണ് ആൾക്കാർ പറയുകയൊക്കെ ചെയ്യുന്നത്. സത്യമായിട്ടും ഞാൻ ആ കമന്റ് ബോക്സ് എടുത്ത് നോക്കി എൻ്റെ പൊന്നോ. കാരണം എല്ലാവരും പൂരത്തെരുവിളി. ഓക്കെ, ഇനി ഇവർ തമ്മിലുള്ളത് എന്താണ് ബന്ധം എന്നുള്ളത് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് വെച്ചുതരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും തോന്നുന്നുണ്ട്. അങ്ങനെ മലയാളത്തിന്റെ സ്വന്തം ടിനി തോമസ് ഓൺ ഹിയർ. ഞങ്ങൾ ഇങ്ങനെ ഒരു വീട്ടുവിശേഷം കുറിച്ച് ആദ്യമായിട്ടാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് കിട്ടുന്നത് സലീമേട്ടൻ. അപ്പൊ സലീമേട്ടൻ ഏറ്റവും ആത്മാർത്ഥമായിട്ട് സലീമേട്ടനെ സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ ഈ ഒരു ഫോറത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും സലീം കുമാർ എന്ന പേര് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്ന കാര്യം എന്താണ്? ബുദ്ധിയുള്ള കോമഡികൾ ഞാൻ കണ്ടുപിടിച്ചതും എൻജോയ് ചെയ്തൊക്കെ സലീപ്പന്റെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം മുകളിലേക്ക് കയറിയിട്ട് മറ്റൊക്കെ മോശമെന്നല്ല പറയുന്നത്. അത് പഠിച്ചതും എനിക്ക് ഷോസ് അതിനുശേഷമാണ് ഞാൻ ഈ സവാരി ഗിരി 5 സ്റ്റാർ തട്ടിടുക
ഇദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് ഞാൻ കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അത്രയ്ക്ക് സൗഹൃദമായിരുന്നു അവർ തമ്മിൽ. പിന്നെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ഇത് സലിംകുമാറാണ്. എല്ലാവരെയും സഹായിച്ചിട്ടുള്ള ആ ഒരു വ്യക്തി, എല്ലാ ആൾക്കാരെയും ഒരുപോലെ കണ്ട് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെയൊക്കെ ശത്രുക്കൾ പോലും നിന്ന് ചിലപ്പോൾ കരഞ്ഞു പോകും. അത്രയ്ക്കൊരു നല്ല മനുഷ്യനാണ്. പിന്നെ ആ ഒരു വ്യക്തിയാണ് കോൺഗ്രസ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്തതെന്നും പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുകയും അവൻ ചത്തുപോയി നന്നായി എന്നൊക്കെ. അപ്പം മനസ്സിലാക്കാൻ പറ്റും ഓരോ വ്യക്തിയുടെ രീതികൾ എന്താണെന്ന്. പാർട്ടിയൊക്കെ പോടെ മനുഷ്യത്വം, അതാണ് ആദ്യം വേണ്ടത്. അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഫെയിമായി വന്നപ്പോ എന്റെ അമ്മ ചോദിച്ചു, നമ്മുടെ വീട്ടിൽ വന്നിരുന്ന വീഡിയോ വിളിച്ച ആളാണ് ഈ സലീംകുമാർ. മഹാരാജാസ് കോളേജ് ഞാൻ പഠിക്കുമ്പോ എന്റെ ജൂനിയർ ആയിരുന്നു, പ്രായത്തിൽ സീനിയർ ആണെങ്കിൽ എന്റെ ജൂനിയർ ആയിരുന്നു. പക്ഷെ അവിടെ ഒരു ബെഞ്ചുണ്ട്, സലിയപ്പൻ എത്തിന്ന് അറിയുന്നത് ഞാൻ ദൂരെ നിന്ന് കാണുമ്പോ അവിടെ പോയി ഇങ്ങനെ കൊണ്ടുപോകും. സലിയപ്പൻ എത്തിന്ന് ഒരു വൈകുന്നേരം 3-4 മണിയാകുമ്പോൾ എത്താറുണ്ട്. അപ്പൊ അന്ന് മുതൽ കണ്ടോണ്ടിരിക്കുന്നതാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി തുടരുത്. ഇല്ല, പള്ളിയിലച്ഛൻ്റെ കുരിശ് കാണുന്ന പോലെയാണ് വേറെ എന്താ ഈ, കാരണം അന്നൊക്കെ നമ്മൾ കാണുമ്പോ ഒരു ഇച്ചിരി ഗുണ്ടു സലീമേട്ടനായിരുന്നു. ആ ഒരു വീഡിയോ ആണ് മൊത്തം പ്രശ്നത്തിനും കാരണം. സിഗരറ്റ് വലി ഇച്ചിരി കൂടുതലായിരുന്നു പുള്ളിക്കാരന്, ഭയങ്കര കൂടുതലായിരുന്നു. പിന്നെ ഇടയ്ക്ക് അദ്ദേഹം പടം നിർത്താൻ പോകാന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് വീഡിയോ സെക്ഷൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരിക്കലും നിർത്തരുത്, അത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ തന്നെ. ഓക്കെ, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, ബാക്കി കൂടെ വെച്ചിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പൊ ഡയറ്റിൽ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? ഫുഡ് കഴിക്കാൻ പറ്റില്ല, വിരക്തി തോന്നി. ഇതിലേക്കുള്ള പോകാൻ എനിക്ക് അറിയില്ല, ഫുഡിനോടൊക്കെ ഭയങ്കര വിരക്തി തോന്നി. എന്നാൽ ഇഷ്ടപ്പെട്ട് ഇപ്പൊ കഴിക്കുന്ന ഒന്നും കഴിക്കില്ല, ഇഷ്ടമായിട്ടൊന്നും അങ്ങനെ ആർത്തോടുകൂടി ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. വിശപ്പ് വരുമ്പോൾ കഴിക്കുന്നു, എന്തെങ്കിലും കഴിക്കുന്നു. സലീംകുമാർ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതും ഇതൊക്കെ പറയാമോ പറയാം. ഞാൻ എന്തായാലും പറഞ്ഞ ഒന്നില്ലെങ്കിൽ വയറിൽ കയറും, അല്ലെങ്കിൽ വയറിൽ കയറും സംഭവിക്കും. ഇതിന്റെ ഇടയിൽ ഉണ്ടാവാറില്ല, നീ ആർക്കും കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ടോട്ടലി നമ്മള് കാസറ്റ് വർക്കൊക്കെ നടക്കുമ്പോ ഞങ്ങളെല്ലാം കൂടി ഒന്ന് കൂടണമല്ലോ, മദ്യപിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അന്ന് എല്ലാവരും മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സാലു കുറ്റനാട് എന്ന് പറഞ്ഞൊരാള് നമ്മുടെ കൂടെ വന്നപ്പോ, നമ്മുടെ ഗ്യാങ്ങിലുള്ള ആളല്ല, സലീംകുമാർ പറഞ്ഞ് പുള്ളിനെ ഒഴിവാക്കാൻ വേണ്ടി, പുള്ളി കേൾക്കുമ്പോൾ വിഷമിക്കരുതിട്ട്, കാരണം ഇത് തമാശയായിട്ട് എടുക്കണം, പഴയകാല തമാശകളായിട്ട്. സലീം പറഞ്ഞ് ഞാൻ വയലന്റ് ആയതുപോലെ കാണിക്കും, അപ്പൊ നിങ്ങളൊക്കെ ഓടി റൂമിലേക്ക് പോകണം, സാലു കുറ്റനാട് ഒഴിഞ്ഞു പോകും, അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂടാന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിനെ വെച്ച് കുറ്റപ്പെടുത്തുന്നുണ്ട് എനിക്ക് വലിയ യോജിപ്പോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ അൻസിബ വിഷയമാണ്. അതിലോട്ട് കൊണ്ടുവരണം. കാരണം ഇതിലോട്ട് പോയി കഴിഞ്ഞാലും കുറേ ആൾക്കാർ സെന്റിമെന്റ്സ്, അത് ഇത് മറ്റേത് മറിച്ചത്, ഇവൻ ശരിയല്ല, ഇവൻ അങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്, മറ്റേതാണ്. പുള്ളി ഈ ഒരു വിഷയത്തിലോട്ടേ പുള്ളിയെ നമ്മൾ പിടിച്ചിടുകയും ചെയ്യരുത്. പുള്ളിയുടെ മെയിൻ തട്ടകം അൻസിബ വിഷയമാണ്. അതിലോട്ട് നമുക്ക് പുള്ളിയെ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. കാരണം അവിടെ ജസ്റ്റിസ് കിട്ടിയേ പറ്റത്തുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ധാരണ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നൊന്നുമല്ല. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.